ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തിരുനാളിൻ്റെ ഒരുക്കമായുള്ള നൊവേനയുടെ 4-ാം ദിനത്തിലാണ് നാം. പ്രത്യേകമായി ഇന്ന് ദൈവത്തിന് നന്ദി പറയുന്ന അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഭവനം പണി പൂർത്തിയായതിന്, അതോടൊപ്പം തന്നെ മക്കളുടെ വിവാഹം നടക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകമായി നിയോഗം വെച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്ന പള്ളിപ്പറമ്പിൽ ജാൻസി വിൻസെൻറ്റിനോടും കുടുംബത്തോടും ഒപ്പം നമുക്ക് ചേരാം. ദൈവം പരിശുദ്ധ അമ്മയിലൂടെ ഇവർക്ക് നൽകിയ അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം. പ്രത്യേകമായ ഇവിടെ നിയോഗത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവേ നീ വന്നിടണം, ആത്മാവിനുള്ളിൽ നിറഞ്ഞിടണം. പരിശുദ്ധാത്മാവേ നീ വന്നിടണം, ആത്മാവിനുള്ളിൽ നിറഞ്ഞിടണം. പാപാന്തകാരത്താൽ മൂടിയ മാനസം പാവനമാക്കിടണം. പാപാന്തകാരത്താൽ മൂടിയ മാനസം പാവനമാക്കിടണം. പരിശുദ്ധാത്മാവേ നീ വന്നിടണം, ആത്മാവിനുള്ളിൽ നിറഞ്ഞിടണം. ജ്വാലകൾ വീശിയ ബോധത്തെയാകവെ ശോഭനമാക്കിയാലും, ജ്വാലകൾ വീശിയ ബോധത്തെയാകവെ ശോഭനമാക്കിയാലും, വിളിവിന്റെ കതിരൊളി തൂകിയൻ ചേതന പരിരമ്യമാക്കിയാലും, വെളിവിന്റെ കതിരൊളി തൂകിയ ചേതന പരിരമ്യമാക്കിയാലും. പരിശുദ്ധാത്മാവേ നീ വന്നിടണം, ആത്മാവിനുള്ളിൽ നിറഞ്ഞിടണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ ബഹുമാനപ്പെട്ട വികാരി ഫാദർ ടൈറ്റസ്, അസിസ്റ്റൻ്റ് വികാരി പ്രിയ ടിനു, പ്രിയ സഹോദരി സഹോദരന്മാർ, ഇന്ന് ആദ്യമായി തന്നെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുകയാണ്. കാരണം ഈ മഹാമാരിയുടെ ഇടയിൽ ഈ ഒരു ദിവ്യബലി അർപ്പിക്കുവാൻ വേണ്ടി എന്നെ ക്ഷണിച്ച ഈ വർഷം തിരുനാൾ നടത്തുന്ന എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ബഹുമാനപ്പെട്ട വികാരിയച്ഛനും നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമായി തന്നെ നന്ദി പറയുന്നു. ഇവിടെ നിൽക്കുമ്പോൾ മാതാവിൻ്റെ സ്തോത്രഗീതത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അത് പ്രാവർത്തികമാകുന്ന ഒരു ദിനമായിട്ടാണ് എനിക്ക് തോന്നുക. കാരണം നമ്മൾ ചിന്തിക്കാനുള്ളത് മാത്രമാണ്. എത്രയോ മനോഹരമായിട്ടും ആഡംബരമായിട്ടും ആണ് ഈ
തിരുനാളുകൾ നമ്മൾ നടത്തുക. ഇത് പോയിട്ട് ഇന്ന് ഈ 50 പേരും ഞാനും ഒക്കെ മാത്രമേ ഇവിടെയുള്ളൂ. അപ്പോൾ എളിമയുടെ ഒരു പ്രതീകമാണ്. പക്ഷെ അതേസമയം ലോകത്തിലെവിടെയിരുന്നും ഇന്ന് ഇത് ദർശിക്കുവാൻ സാധിക്കും. കാരണം അത്രയ്ക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. കാരണം ഇങ്ങനെ ഒരു അവസരത്തിൽ നമുക്ക് ഈ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിച്ചല്ലോ. അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനകൾ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ നമ്മളെ തന്നെ ശുദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു. നല്ലൊരു മനസ്സോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് അത് ഏറ്റവും വലിയ സ്വീകാര്യമായി തീരുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകൾ പിതാവായ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നല്ലൊരു ഹൃദയത്തോടുകൂടി ഈ ദിവ്യബലി അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനികയായ പരിശുദ്ധത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ മഹത്വം,
യേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ. അങ്ങു മാത്രം പരിപാവനം, അങ്ങു തനേകനാഥരം, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങേ വചനം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ മാംസം ധരിക്കാൻ അങ്ങ് തിരുമനസ്സായല്ലോ. പരിശുദ്ധ മറിയം യഥാർത്ഥത്തിൽ ദൈവമാതാവാണെന്ന വിശ്വാസത്തോടെ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ ആ അമ്മയുടെ മാധ്യസ്ഥത്താൽ തുണയ്ക്കപ്പെടാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയത്തിൽ വിശ്വസിക്കുകയും തന്മൂലം നീതിവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല. ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവൻ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ല എങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. കർത്താവേ, ഞങ്ങളുടെ സന്ദേശം കേട്ടിട്ട് വിശ്വസിച്ചവൻ ആരാണ് എന്ന് യേശയ്യ ചോദിക്കുന്നുണ്ടല്ലോ. ആകയാൽ വിശ്വാസം കേൾക്കുന്നവനും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. എന്നാൽ അവൻ കേട്ടിട്ടില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. തീർച്ചയായും ഉണ്ട്. എന്തെന്നാൽ അവരുടെ ശബ്ദം ഭൂമി മുഴുവനിലും വ്യാപിച്ചിരിക്കുന്നു. അവരുടെ വചനങ്ങൾ ലോകത്തിൻ്റെ സീമകൾ വരെയും. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. വാനവിധാനം അവിടുത്തെ കരവേല വിളംബരം ചെയ്യുന്നു. പകലിനോട് അവിരാമം സംസാരിക്കുന്നു.
രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളം എത്തുന്നു. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസ്മരിച്ചു തന്നെ മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്തുവിൽ വാത്സല്യമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ ബ്രദേഴ്സ്, വലിയ ഒരു പ്രസംഗമൊന്നും പറയേണ്ട കാര്യമില്ല. 3 വർഷം എൻ്റെ പ്രസംഗം നിങ്ങൾ സഹിച്ചതാണ്. എന്നിരുന്നാലും ഈ പെരുന്നാൾ ദിനത്തിൽ പ്രസംഗം പറയേണ്ടത് അത് ആരാധനക്രമത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് നിങ്ങളുമായി പങ്കുവെക്കാം എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ നമ്മളിവിടെ വായിച്ചു കേട്ടത് നമ്മുടെ നോട്ടീസിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ചിന്താവിഷയം എന്താണ്, എന്തിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്, വചനം പങ്കുവയ്ക്കേണ്ടത് എന്തിനെക്കുറിച്ചാണ്? വിചിന്തനം. അത് സ്തോത്രയാഗത്തെക്കുറിച്ചാണ്, മാതാവിൻ്റെ എളിമയെക്കുറിച്ച്. മാതാവ്. അപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത് പരിശുദ്ധ മറിയത്തിൻ്റെ സ്തോത്രഗീതം എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. എന്നാൽ അതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കും. ഇതെങ്ങനെയാണ് ഈ സ്തോത്രഗീതം പറഞ്ഞത്? ശരിക്കും പറഞ്ഞാൽ ഇത് പരിശുദ്ധ അമ്മയുടെ മറുപടിയാണ്. കാരണം ഇങ്ങനെയാ തുടങ്ങുക, മറിയം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്തോത്രഗീതം ആരംഭിക്കുന്നത്. അപ്പോൾ അതൊക്കെ പിന്നിലുള്ളത് നമ്മളൊന്ന് വായിക്കും. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിലാണ്
ഇത് തുടങ്ങുക പറയുക. ഇപ്പോൾ 1-ാം അധ്യായം തുടങ്ങുന്നത് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച്. ഗബ്രിയേൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്നതും ഒരു യഹൂദ പെൺകുട്ടിയോട് അഭിവാദനം ചെയ്ത് പറയുന്നതും, അങ്ങനെ ഈശോയുടെ ജനനം ആരംഭിക്കുകയാണ്. അവിടെ ഉദരത്തിൽ ഉരുവാകുന്ന സമയം, അപ്പോൾ മംഗളവാർത്ത, അതിനുശേഷം നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അത് തൊട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൻ്റെ പൊരുൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാകൂ. അപ്പോൾ ഗബ്രിയേൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുന്നത് നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്നാ പറയും. അപ്പോൾ നന്മ നിറഞ്ഞവളാണ്. കാരണം എന്താ? അവളൊരു യഹൂദ പെൺകുട്ടിയായി, നിയമങ്ങളും അറിയാം, നിയമങ്ങളിൽ വിശ്വസിച്ചിരുന്നു, അതിൽ അടിയുറച്ച് വിശ്വസിച്ച് ദൈവഭയം ഉള്ളവളായി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സ്തോത്രയാഗം പരിശുദ്ധ അമ്മ പറയുവാനുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഗബ്രിയേൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് അവളോട് പറയുന്നത് നന്മ നിറഞ്ഞവളെ സ്വസ്തി. അപ്പോൾ ഇത് അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ ദൈവദൂതൻ എന്നോട് ഇങ്ങനെ പറയാൻ കാരണം എന്താണ്, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? അവൾ ആകുലതപ്പെടുകയാണ്, ഇതെന്താ സംഭവിക്കാൻ പോകുന്നതെന്നറിയില്ല. അപ്പോൾ ഗബ്രിയേൽ ദൈവദൂതൻ പറയുന്നുണ്ട്, നീ ഭയപ്പെടേണ്ട, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഈശോ എന്ന് പേരിടണം, അവൻ ഈ ലോകത്തെ മാറ്റിമറിക്കും എന്നൊക്കെ പറയുകയാണ്. നീ ഇതെങ്ങനെ, അപ്പോഴാണ് അവൾ ചോദിക്കുന്നത് ഇതെങ്ങനെ സംഭവിക്കും. അതിന് ഗബ്രിയേൽ ദൈവദൂതൻ ഉത്തരം പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുമ്പോഴാണ് എന്തും സംഭവിക്കുക. അപ്പോൾ ആ നിമിഷം മുതൽ അവൾ ദൈവത്തിൻ്റെ അമ്മയാകുക. പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുക. അപ്പോൾ ആത്മാവ് നമ്മൾ പ്രവർത്തിക്കുക. അപ്പോൾ ഇതിന് ശേഷം ഇത് വിശ്വസിക്കുവാൻ വേണ്ടിയിട്ട് യഹൂദ നിയമപ്രകാരം എല്ലാത്തിനും അടയാളം വേണം. അടയാളം ഉണ്ടെങ്കിൽ വിശ്വസിക്കാം. അപ്പോൾ ആ അടയാളം ഗബ്രിയേൽ ദൈവദൂതൻ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. നിന്റെ ഇളയമ്മ എലിസബത്ത്, അവൾക്കിത് 6-ാം മാസമാണ്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്നൊക്കെ മാതാവ് പറഞ്ഞു. മറിയ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് അവൾക്കിത് 6-ാം മാസമാണ്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഉടനെ അമ്മ മറുപടി പറയും, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. ഇത് കഴിഞ്ഞ് നടക്കുന്ന സംഭവം അടുത്ത സംഭവത്തിലേക്ക് പോകും. ഇത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് മറിയം തിടുക്കത്തിൽ പുറപ്പെട്ടെന്നാ പറയും. മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, തിടുക്കത്തിൽ പുറപ്പെട്ടു. എന്താണ്? എൻ്റെ സഹായം ആവശ്യമുള്ള ഒരു വ്യക്തി ഒരിടത്തുണ്ട്, വിളിച്ചിട്ടൊന്നുമല്ല പോകുന്നത്, സ്വയം മനസ്സിലാക്കി. കാരണം ഗബ്രിയേൽ ദൈവദൂതൻ പറഞ്ഞു ഇളയമ്മ എലിസബത്ത് അവൾക്ക് 6-ാം മാസമാണ്, അപ്പോൾ അവളെ ശുശ്രൂഷിക്കുവാൻ ആരുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവൾ തിടുക്കത്തിൽ പോവുകയാണ്. തിടുക്കത്തിൽ പോകുന്നതെന്നാണ് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ തിടുക്കത്തിൽ ഇവൾ യാത്രയാകുക. തിടുക്കത്തിൽ യാത്രയായി അവിടെ ചെന്നു എലിസബത്തിനെ കണ്ട് അഭിവാദനം ചെയ്തു. അഭിവാദനം ചെയ്തപ്പോൾ എലിസബത്ത് പറയുന്നുണ്ട്, എന്താ പറയുക, പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണല്ലേ. എലിസബത്ത് പറയുന്നുണ്ട്, കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കുവാൻ എനിക്ക് എങ്ങനെ ഭാഗ്യമുണ്ടായി. ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ? ആരും പറഞ്ഞിട്ടില്ല. അത് പറയാൻ കാരണം എന്താണ്? അവിടെയും പറയുന്നുണ്ട് എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. അപ്പോൾ പൂരിതയായി കഴിഞ്ഞപ്പോഴാണ്, അവിടെയും പരിശുദ്ധാത്മാവ് എലിസബത്തിൽ നിറഞ്ഞപ്പോഴാണ് ഇവൾ ആരെന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ടാണ് എലിസബത്ത് പറഞ്ഞത്, ഈ കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കുവാൻ എനിക്ക് എങ്ങനെ ഭാഗ്യമുണ്ടായി. നിന്റെ അഭിവാദനം കേട്ട മാത്രയിൽ എൻ്റെ ഉദരത്തിലെ ശിശു സന്തോഷം കൊണ്ട് കുതിച്ചു ചാടി. യോഹന്നാൻ കുതിച്ചു ചാടി. അപ്പോൾ ഈ സംഭാഷണം ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ്, അപ്പോൾ എലിസബത്തും മാതാവ് പരിശുദ്ധാത്മാവിനാൽ പൂരിതയായി, എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ പൂരിതയായി. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ ഇറങ്ങി വന്നാൽ മാത്രമേ യഥാർത്ഥമായിട്ട് നമുക്ക് പ്രവചിക്കാൻ കഴിയുകയുള്ളൂ, കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകുകയുള്ളൂ, പറയുവാൻ കഴിയുകയുള്ളൂ. വെറുതെ ഹല്ലേലൂയ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പരിശുദ്ധാത്മാവിൻ്റെ മേൽ ഇറങ്ങി വരണം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പലതും ഞാൻ വെളിപ്പെടുത്തും. അപ്പോൾ അങ്ങനെയാണ് എലിസബത്ത് വെളിപ്പെടുത്തുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇനി നമ്മൾ വായിച്ച സംഭവം വരിക.
ഈ എലിസബത്ത് പറഞ്ഞ വാക്കുകൾക്ക് മറുപടിയാണ് മാതാവ് പറയുന്നത്. അങ്ങനെയാ പറയുന്നത്, അവൾ പറഞ്ഞു, മറുപടി പറയും. മറുപടി എന്താണ്? ഇത് സ്തോത്രഗീതമാണ്, ഇത് സങ്കീർത്തനമാണ് ശരിക്കും. ഇനി അവൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓരോന്നും എടുത്ത് ധ്യാനിക്കുക. ഇതൊരു ഗിരിപ്രഭാഷണമാണ് ശരിക്കും പറഞ്ഞാൽ. യേശുവിൻ്റെ ഗിരിപ്രഭാഷണം പോലെ മാതാവിൻ്റെ ഒരു ഗിരിപ്രഭാഷണമാണ്. അത് നമ്മൾ വായിച്ച് ശരിക്കും മനസ്സിലാക്കി ധ്യാനിച്ച് കഴിയുമ്പോഴേ നമുക്കതിൻ്റെ പൊരുൾ മനസ്സിലാകുകയുള്ളൂ. അപ്പൊ പരിശുദ്ധ അമ്മ പറയുന്നതെല്ലാം വ്യക്തമാണ്. എൻ്റെ ആത്മാവ് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുക. എൻ്റെ ആത്മാവ് ദൈവത്തെ സ്തുതിക്കുന്നു, എൻ്റെ ചിത്തം സന്തോഷിക്കുകയാണ്, എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് കുതിച്ചുചാടുകയാണ്. ഇനി ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ടാണ് അവൾ പറയുന്നത് മുഴുവൻ. ബലവാന്മാരെ താഴെ ഇറക്കി, പണക്കാരെയൊക്കെ വെറുതെ പറഞ്ഞു വിട്ടു, ദരിദ്രനെ സഹായിച്ചു, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടുത്തു. ഇതൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിക്കുക? ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നത് കൊണ്ടാണ്. ഇനി വീണ്ടും നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ ഇതിന്റെ പൊരുൾ എന്താണെന്നറിയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം വായിക്കുമ്പോൾ വളരെ വ്യക്തമാണ്. അവിടെ യെശയ്യാ പറഞ്ഞിട്ടുണ്ട്, കന്യകയായ ഒരു സ്ത്രീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവന് ഇമ്മാനുവൽ എന്ന് പേരിടണം. അപ്പോൾ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതിന്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം. ആ പൂർത്തീകരണത്തെക്കുറിച്ചാണ് ഈ സ്തോത്ര ഗീതത്തിലൂടെ മാതാവ് പറയുക. കാരണം മാതാവ് വിശ്വസിച്ചിരുന്നു, അതിയായി വിശ്വസിച്ച്. പക്ഷെ അവളിലാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അവളിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇനി അതിൽ തന്നെ പറയുന്നുണ്ട്, ഇനി തലമുറകൾ തോറും എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. സത്യമല്ലേ? ഈ ലോകം മുഴുവനും ഈ സാധനങ്ങളൊന്നും ഇല്ലാതെ തന്നെ മാതാവിനെ അറിയുന്നുണ്ട് അല്ലേ? ഇന്നിപ്പോൾ നമ്മളെ ഈ ക്യാമറയിലൂടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിപ്പോൾ കാണുന്നുണ്ട്. ഇവിടുത്തെ ഈ കുർബാന, ഈ ദിവ്യബലിയും പ്രസംഗവും പാട്ടും ഒക്കെ ഈ ലോകത്തിൽ എവിടെ ഇരുന്നാലും IC ചർച്ചെന്നോ എന്തോ ഏതാണ് ലിങ്ക്, ആ ലിങ്കിൽ കുത്തിക്കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഇരുന്ന് കാണാം. ഈ സംഗതികളൊന്നുമില്ലാതെ തന്നെ പരിശുദ്ധ അമ്മ ലോകത്തിൻ്റെ അമ്മയായി മാറി. ഇത് വലിയൊരു സാറ്റലൈറ്റ്. അപ്പോൾ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ സ്തോത്രഗീതത്തെക്കുറിച്ച് നമ്മളൊന്ന് വായിച്ച് ധ്യാനിക്കുക. നമ്മുടെ അഹങ്കാരങ്ങളെല്ലാം പോകും. അഹങ്കാരത്തിന്റെ ഉച്ചകോടിയിലാണ് നമ്മളൊക്കെ. കാരണം കുറച്ച് പണമുണ്ട്, കുറച്ച് സ്വാധീനമുണ്ടെങ്കിൽ എന്തും നടക്കും എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മളൊക്കെ. പക്ഷെ അതിനെ അടിച്ചമർത്തുന്ന ഒരു സംഭവമാണ് ഈ പറയുക. എളിമ വേണമെന്നാ പറയുക. ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. യേശു ക്രിസ്തു പ്രവർത്തിക്കാൻ തുടങ്ങി. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ഈ സ്ത്രീ ഒരു കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് പേരിടണം, അവനിൽ ആത്മാവ് പ്രവർത്തിക്കും. അതായത് തിരിച്ചറിവാകുമ്പോൾ അവൻ തൈരും തേനും ഭക്ഷിക്കും എന്നാ പറഞ്ഞിരിക്കുക. അങ്ങനെ തിരിച്ചറിവായതിനു ശേഷമാണ് ഈശോ പരിശുദ്ധാത്മാവിനാൽ പൂരിതനാകുന്നുണ്ട്. അതാ എനിക്കൊരു മാമോദീസ മുങ്ങാനുണ്ട്, അതുവരെ ഞാൻ അസ്വസ്ഥനാണ്. പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നതിന് ശേഷമാണ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് പരിശുദ്ധാത്മാവെന്നാണ്. അപ്പൊ പരിശുദ്ധാത്മാവാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ദൈവത്തിന്റെ ആത്മാവ് എന്നിലുണ്ടാവണം. ഈ ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതെല്ലാം നേരെയായിരിക്കും. തിന്മകൾക്കെതിരെ നിൽക്കും, നന്മകളെ സപ്പോർട്ട് ചെയ്യും. അതാ പറഞ്ഞത്, നന്മ തിന്മകൾ തിരിച്ചറിയാൻ പ്രായമാകുമ്പോഴാണ് അവൻ പ്രവർത്തിച്ചു തുടങ്ങാൻ പോകുന്നത്. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ കഴിവ് കൊണ്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ബുദ്ധിമാന്മാരെയൊക്കെ അടിച്ച് താഴ്ത്തിടും. അവന്റെ ബുദ്ധിബലം കൊണ്ടൊന്നും അല്ല എന്ന് അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പൊ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഇതൊക്കെ ഒരു അനുഭവമാണ് നമ്മുടെ. എത്ര ആഡംബരമായിട്ടും ബഹളത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ ഇത് നടത്തിയിരുന്നത്. ഇപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷപ്പെട്ട ഒരു പെരുന്നാൾ ദിനങ്ങളാണിത്. കാരണം യാതൊരു ആഡംബരമില്ലാതെ മാതാവിന്റെ ഈ തിരുനാൾ നടത്തുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മാതാവെന്ന് സ്വർഗത്തിൽ സന്തോഷിക്കുക നമ്മുടെ ഇടയിലുണ്ടാവും. കാരണം യാതൊരു പ്രശ്നവുമില്ലാതെ സന്തോഷത്തോടു കൂടി ഒരു തിരുനാൾ ആഘോഷിക്കും. ഇല്ലെങ്കിൽ എന്താ പ്രശ്നങ്ങൾ? ഭയങ്കര പ്രശ്നങ്ങളാണ്. അവിടെ ഒരു ഗ്രൂപ്പ്, ഇവിടെ ഒരു ഗ്രൂപ്പ്, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, പ്രദക്ഷിണം തെക്കോട്ട് പോയാൽ പറ്റില്ല, വടക്കോട്ട് പോകണം, വടക്കോട്ട് മാത്രം പോയാൽ പറ്റില്ല, പടിഞ്ഞോട്ടും കിഴക്കോട്ടും പോകണം. എന്തൊക്കെ ബഹളങ്ങളാണ്! ഇനി എന്തെല്ലാം കൊണ്ടുവരണം.
ഈ പള്ളി മുറ്റം അലങ്കരിക്കാൻ എന്തെല്ലാം സാധനങ്ങൾ വേണം. ഇതിനൊക്കെ ഭയങ്കര കാരണം പണമുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലേക്ക് ആഡംബരം കാണിച്ച് അടിച്ച് പൊളിച്ച് തീർക്കണം എന്ന് ചിന്തിക്കുന്നതാണ് നമ്മളൊക്കെ. ഞാനും നിങ്ങളും ഈ കഴിഞ്ഞ 3 വർഷം ഞാനും അനുഭവിച്ചതാണ്. അപ്പൊ ഇത് ചിന്തിച്ചു പോകുന്നു, ചെയ്യുന്നു, എത്രയോ ആഡംബരമാക്കണം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. അതേസമയം ഇപ്പോൾ വളരെ ശാന്തമായിട്ട് ആധ്യാത്മികമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അരൂപിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ തിരുനാൾ നടത്തുക. വളരെ സന്തോഷം, വളരെയേറെ സന്തോഷമുള്ള ഒരൊറ്റ ദിവസമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇത് തകർന്നു പോകും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നമുക്കൊക്കെ, അല്ലേ? ഒരു സാധനം ഇല്ലെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാഞ്ഞവർ ഇന്ന് യാതൊരു കുഴപ്പവുമില്ല. ബസ് ഓടിയില്ലെങ്കിലും നമ്മൾ പോകുന്നുണ്ട്. എവിടെ പോകണമെങ്കിലും നമ്മൾ നടന്നാണെങ്കിലും പോകേണ്ട പ്രശ്നമില്ല. അപ്പോൾ ഈ സന്ദർഭങ്ങളൊക്കെയാണ് നമ്മൾ ഈ സ്തോത്രയാഗം വായിച്ച് ധ്യാനിക്കേണ്ട സംഭവങ്ങൾ. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് എളിമയുടെ പ്രതീകമാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ അമ്മയെക്കുറിച്ച് കൂടുതലൊന്നും ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൂടുതലൊന്നും പറയുന്നൊന്നുമില്ല. വളരെ നിസ്സാരമായ കാര്യങ്ങൾ പറയുന്നത് അതിവ്യക്തമാണത്. എവിടെയും നിറഞ്ഞു നിൽക്കുകയാണ് പരിശുദ്ധ അമ്മ. കാരണം എന്താണ്? പരിശുദ്ധാത്മാവിൽ പൂരിത ആയിക്കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റൂല. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അവൾക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യും. എല്ലാം അങ്ങനെയായിരുന്നു. അപ്പം നമ്മുടെയൊക്കെ അഹങ്കാരവും അഹംഭാവമാണ്. അഹം ബ്രഹ്മാസ്മിയാണ്. അതാണ് നമ്മളെ പഠിപ്പിക്കുക. ഞാൻ ദൈവമായി മാറണം, ദൈവത്തെ പോലെ ആകാൻ ശ്രമിക്കണം. അപ്പോൾ എനിക്ക് മറ്റുള്ളവൻ്റെ കഷ്ടപ്പാടും ദുരിതമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അവനെക്കുറിച്ച് ഞാൻ ദുഷിപ്പ് പറയാതിരിക്കും. അവനോട് ഞാൻ വൈരാഗ്യം വെച്ച് പുലർത്താതിരിക്കും. പരിശുദ്ധ അമ്മ എവിടെയും വൈരാഗ്യം കാണിക്കുന്നില്ല. പല സ്ഥലങ്ങളിലും അവഹേളിക്കപ്പെടുകയാണ് മാതാവ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു കുടുംബത്തിനെ നാണക്കേട് മാറ്റുവാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ ചെയ്തത് എന്താണ്? ഒരു കല്യാണ വിരുന്നിന് മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. മാതാവിനോട് ഈ ഈശോ പറഞ്ഞ കാര്യം എന്താ? സ്ത്രീയെ നിനക്കും എനിക്കും എന്ത്? അപ്പൊ മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിക്കപ്പെടുകയാണ്. പക്ഷെ അവളുടെ മുമ്പിൽ അവൾ പ്രകീർത്തിക്കപ്പെടുകയാണ്. കാരണം അവൾക്കറിയാം ഇത് പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്നൊക്കെ മാതാവിനറിയാം. മാതാവ് പിന്നെ ഒന്നും പറയുന്നില്ല. മാതാവിനാ നീ എന്താന്ന് വെച്ച് ചെയ്തു കൊടുത്തോ. വളരെ ഈസി ആയിട്ടാണ് പറയാം. എന്താന്ന് വെച്ചാൽ ചെയ്തേക്കുക. ഞാൻ നിന്നോട് പറയാനുള്ള പറഞ്ഞു. അതൊരു ആജ്ഞയാണ്. സ്വന്തം മകനോട് ആജ്ഞാപിക്കുകയാണ്. അവിടെ എന്ത് സംഭവിച്ചു? ആ കുടുംബത്തിന്റെ നാണക്കേട് മാറി. അപ്പോൾ അതുപോലെ ഏതൊരു സംഭവം എടുത്ത് നോക്കുക. മാതാവ് യേശു പ്രസവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, യേശുവിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ കാണാൻ ചെന്നു. കൂട്ടത്തിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞ നിന്റെ അമ്മയും സഹോദരന്മാരും ഒക്കെ കാണാൻ വന്നിരിക്കുന്നു. അപ്പോഴും യേശു പറയുകയാണ്, അവർ എഴുന്നത് പറയാൻ. എന്താ പറഞ്ഞ? ആരാണ് എൻ്റെ അമ്മ? അവഹേളിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുക. പക്ഷേ ശരിയായിട്ടുള്ള ഉത്തരവാണ് പറയുക. മാതാവ് അത് സ്വീകരിക്കുന്നുണ്ട്. ആരാണ് എൻ്റെ അമ്മ? എൻ്റെ വചനം സ്വീകരിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ ആരോ അവനാണ് എൻ്റെ അമ്മയും സഹോദരിയും. അങ്ങനെ ഓരോ സ്ഥലത്തും നമ്മൾ കാണുക. കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ പലരും അവഹേളിക്കുന്നുണ്ട്. ആ സമയത്തും കുരിശാണ് കൊടുക്കുക. ഇതാ നിന്റെ മകൻ എന്നാ പറയുക. ഈ മകനെ നീ ദത്തെടുത്തോളാനാ പറയാൻ. അല്ലാതെ അവനോട് ഇതാ നിന്റെ അമ്മ എന്നല്ല പറഞ്ഞു. ആദ്യം പറഞ്ഞു ഇതാ നിന്റെ മകൻ. ആ മകനെ നോക്കേണ്ട ഉത്തരവാദിത്വം അമ്മക്ക് ഏൽപ്പിക്കുകയാണ്. ആദ്യം പോവുകയാണ്. ഇനി നിന്റെ മകൻ ഇതാണ്, അവനെ പരിപാലിച്ചു കൊള്ളുക എന്നാ പറയുക. അല്ലാതെ മകനെ ഇതാ നിന്റെ അമ്മ, ഈ അമ്മയെ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്, നീ അമ്മയെ നോക്കിക്കൊള്ളൂ എന്നല്ല പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ എല്ലായിടത്തും പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ പൂരിതയായി പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മളുമൊക്കെ പലപ്പോഴും പൂരിതരാകും. പരിശുദ്ധാത്മാവിനാലല്ല, അശുദ്ധാത്മാവ്. പിന്നെ വിറക്കയാ കിടന്നിട്ട് എങ്ങനെ തീർക്കണമെന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ കൂടിയുള്ള ഒരു മറുപടിയാണ് പരിശുദ്ധ അമ്മ ഈ സ്തോത്രഗീതത്തിലൂടെ നമുക്ക് തരുന്നത്. അപ്പോൾ അടിയുറച്ച് വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കാതെ മാതാവിൻ്റെ ജീവിതത്തിൽ എല്ലാം ദുഃഖകരമായിരുന്നു. നമ്മൾ സന്തോഷകരമായ ദിവരഹസ്യം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പോലും ശരിക്കും ചിന്തിച്ചാൽ അത് ദുഃഖകരമാണ്. അതിനെ സന്തോഷമാക്കി മാറ്റിയത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ഹിതമാണെന്ന് അറിഞ്ഞപ്പോൾ. ഏതൊരു പെൺകുട്ടിയാണ് വിവാഹ നിശ്ചയം
ചെയ്തിരിക്കെ തന്നെ വന്നിട്ട് ഇവൾ ഗർഭിണിയാകാൻ പോകണമെന്ന് പറഞ്ഞാൽ സന്തോഷിക്കുവാനെങ്കിലും ദുഃഖകരമായൊരു കാര്യമാണ്. പക്ഷേ ദൈവത്തിൻ്റെ ഹിതമാണെന്ന് പറഞ്ഞപ്പോൾ അവർ സ്വീകരിച്ചു. അപ്പം നമുക്കത് സന്തോഷമായി മാറി. അപ്പം നമ്മുടെ സന്തോഷമാണ് മാതാവിൻ്റെ ദുഃഖം. അപ്പോൾ മാതാവിൻ്റെ ഓരോ ദുഃഖങ്ങളും നമുക്ക് സന്തോഷമായിട്ട് മാറുകയാണ്. എന്തുകൊണ്ടാണ്? ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കും ഈ അമ്മയെപ്പോലെ അല്ലെങ്കിലും അതിൻ്റെ അടുത്തെങ്കിലും നിൽക്കുവാൻ നമുക്ക് സാധിക്കും. പൂർണ്ണമായും നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഈ മാതാവിനുള്ള ഏതെങ്കിലും ഒരു ഗുണം, ഒത്തിരി ഗുണങ്ങളുണ്ട്. നമ്മൾ ലിറ്ററി ചൊല്ലുമ്പോൾ മാതാവിനെക്കുറിച്ച് ഒത്തിരി ഗുണങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഗുണം ഓരോ തിരുനാളിലും നമ്മൾ പ്രാവർത്തികമാക്കാൻ നോക്കിക്കേ. ഒരു 25 തിരുനാൾ കഴിയുമ്പോൾ നമ്മൾ വിശുദ്ധരാകും. പക്ഷെ നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങൾക്കും അമ്മയെപ്പോലെ എളിമയോടും വിശ്വാസത്തോടും കൂടി ദൈവത്തെ കണ്ടെത്തുവാൻ ഉള്ള പ്രാപ്തി ലഭിക്കുവാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം ഭക്ത്യാദരപൂർവ്വം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ കാരുണ്യം കൂടുതൽ തീഷ്ണതയോട് നമുക്ക് യാചിക്കാം. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാനും ഹൃദയം നുറുങ്ങിയവരെ സുഖപ്പെടുത്താനും അവിടുന്ന് ലോകത്തിലേക്ക് വന്ന പോലെ നമ്മുടെ ഈ കാലയളവിലും സകല അഗതികൾക്കും അവിടുന്ന് രക്ഷപ്രദാനം ചെയ്യുമാറാകട്ടെ. സ്നേഹപിതാവായ ദൈവമേ, ക്രിസ്തു ചൈതന്യവും സത്യവിശ്വാസവും ലോകത്തിന് പകർന്നു നൽകുന്ന കത്തോലിക്ക തിരുസഭയെ അവിടുത്തെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായെയും അതിരൂപതയെ നയിക്കുന്ന ജോസഫ് പിതാവിനെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും എല്ലാ ശുശ്രൂഷകരെയും പ്രത്യേകമായി ഈ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന വർഗീസ് അച്ഛനെയും അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനാ ചൈതന്യത്തിലും ദൈവവരപ്രസാദത്തിലും സഭയെ നയിക്കുന്നതിനു വേണ്ട കൃപാവരം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ യേശുനാഥ, ഇടവകയെ കുടുംബമെന്ന പോലെ നയിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട വികാരി ടൈറ്റസ് അച്ഛനെയും സഹവികാരി ടിനു അച്ഛനെയും അവിടുത്തെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹവും കാരുണ്യവും നിറഞ്ഞ പ്രവർത്തനത്താൽ ദൈവജനത്തെ പരിപാലിക്കുന്നതിന് വേണ്ട കൃപ നൽകി അനുഗ്രഹിക്കുന്നതിനും ഇടവകയിൽ ധാരാളമായി ദൈവവിളി ഉണ്ടാകുന്നതിനുമുള്ള കൃപയ്ക്കായി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൃഷ്ടാവായ ദൈവമേ, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന എല്ലാ ദമ്പതിമാരെയും സമർപ്പിക്കുന്നു. വന്ധ്യയായ സാറായിക്കും വൃദ്ധയായ എലിസബത്തിനും കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ച പിതാവേ, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഉദരഫലം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ പിതാവേ, COVID-19 എന്ന മഹാമാരി മൂലം തൊഴിൽ നഷ്ടപ്പെട്ടവരെയും സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരെയും സമർപ്പിക്കുന്നു. കഷ്ടതയിൽ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ ദുരിതകാലം ക്ഷമയോടെ നേരിടുവാനുള്ള കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിൻ്റെയും നാഥനായ ദൈവമേ, വിശ്വാസ ജീവിതം നയിച്ച് നല്ല ഓട്ടം പൂർത്തിയാക്കി ഇഹലോകവാസം വെടിഞ്ഞ എല്ലാവരെയും അങ്ങേ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. അവസാന വിധിയിൽ തങ്ങളുടെ ജീവിതത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ ഈ ലോക ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ ക്ഷമിച്ച് അന്ത്യവിധി നാളിൽ നിത്യാനന്ദത്തിലേക്ക് ചേർക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനുമായ ദൈവമേ, അങ്ങെല്ലാവരെയും രക്ഷിക്കുകയും ആരും തന്നെ നശിച്ചു പോകരുതെന്ന് അഭിലഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങേ ജനത്തിൻ്റെ പ്രാർത്ഥനകൾ ശ്രമിക്കണമേ. സമാധാനപൂർണമായ അങ്ങേ പരിപാലനത്താൽ ലോകഗതി നയിക്കപ്പെടാനും അങ്ങേ സഭ പ്രശാന്തമായ ഭക്തിയാൽ സന്തോഷിക്കാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ.
എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തിന് സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ ഈ മാതൃ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. കർത്താവെ, ഈ കാണിക്കകൾ സ്വീകരിക്കുകയും അങ്ങേ ശക്തിയാൽ അവ രക്ഷാകരമായ കൂദാശയായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമേ. ഈ കൂദാശയിലാണല്ലോ പിതാക്കന്മാരുടെ ബലികളുടെ പ്രതിരൂപങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് നിത്യകന്യകയിൽ നിന്ന് അവർണ്ണനീയമാവിധം ജന്മമെടുത്ത അങ്ങേ പുത്രൻ യേശുക്രിസ്തു യഥാർത്ഥ കുഞ്ഞാടായി അർപ്പിക്കപ്പെടുന്നത്. എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ വണക്കം ആചരിച്ചുകൊണ്ട് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രതിബിംബനത്താൽ അങ്ങേ ജാതനായ ഏകപുത്രനെ അവൾ ഗർഭം ധരിക്കുകയും കന്യാത്വത്തിൻ്റെ മഹത്വത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവും യേശുക്രിസ്തുവുമാകുന്ന നിത്യപ്രകാശം ലോകത്തിന് നൽകുകയും ചെയ്തു. അവിടുന്ന് വഴി ദിവ്യദൂതന്മാർ അങ്ങയെ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവ്വം നിലകൊള്ളുന്നു. സ്വർഗാദിസ്വർഗങ്ങളുടെ ശാക്തികന്മാരും ധന്യരായ ഭക്തിജ്വാലകന്മാരും ആഹ്ലാദഭരിതരായി ഒന്ന് ചേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊപ്പം ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയും പിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു.
വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദികഗണത്തോടും മൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും പങ്കോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നയിക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധരായും ദിവ്യോപദേശത്താരും അത്ഭുതരായ നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താര, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ള ആരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നോ നീ കാത്തിടേണം. കർത്താവ് എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോട് കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവർ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കു ചിരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
അരൂപിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയുംക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങനിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ദിവ്യസ്നേഹമേ, തിരുഭോജ്യമായി നിറയണമേ. നീ വരുമ്പോൾ എൻ മാനസത്തിൽ ഹൃദയം നിറയെ പൂമണ്ഡപം. ദിവ്യസ്നേഹമേ, തിരുഭോജ്യമായി നിറയണമേ. ദിവ്യകാരുണ്യമേ, തിരുജീവനായി പടരണമേ. സ്നേഹമേ, ദിവ്യസ്നേഹമേ, നിത്യജീവനായി എന്നിൽ വാഴണേ. ദീപമേ, സത്യദീപമേ, ദിവ്യശോഭയായി എന്നിൽ തെളിയണേ. പ്രിയപ്പെട്ടവരെ, ഈ 4-ാം ദിനത്തിൽ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് വചന സന്ദേശം നൽകി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രയും ബഹുമാനപ്പെട്ട വർഗീസ് കണിച്ചുകാട്ടച്ചനാണ്. കടന്നുപോയ ഈ കുടുംബത്തിൽ നിന്ന് ഒരു പിതാവിൻ്റെ തിരിച്ചറിവോടെ സ്നേഹത്തോടെ വിളിച്ചപ്പോൾ തന്നെ സന്തോഷത്തോടുകൂടി വരാമെന്ന് സമ്മതിക്കുകയും ഏറ്റവും മനോഹരമായ എളിമയിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് എത്തിച്ചേരേണ്ടതിൻ്റെ പരിശുദ്ധ അമ്മയുടെ ഏറ്റവും നല്ല അടയാളം അന്വേഷിക്കുന്നവർക്ക് അടയാളം കാണിച്ചു തരുന്ന സ്നേഹം നിറഞ്ഞ വർഗീസച്ചൻ്റെ ഈ നല്ല സന്ദേശത്തിന് ഞങ്ങൾക്ക് വേണ്ടി, ഈ കുടുംബത്തിനു വേണ്ടി ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന് തിരുനാൾ കമ്മിറ്റിയുടെ പ്രസിദ്ധേന്തിമാരുടെ, ഇന്നിവിടെ പ്രത്യേകമായി ഈ ബലിയിൽ ഈ ദൈവാലയത്തിൽ പങ്കെടുക്കുന്നവരുടെ, ദൂരങ്ങളിലായിരുന്ന് ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരുടെ എല്ലാവരുടെയും നാമത്തിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറഞ്ഞ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നാളെ നമുക്കായി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട
ജോസഫിൻ പിടിയേക്കൽ അച്ഛനാണ്. അച്ഛനെ പ്രത്യേകമായി നമുക്ക് ഓർക്കാം, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ച ദൈവരഹസ്യങ്ങൾ ഞങ്ങളിൽ അങ്ങേ കാരുണ്യം സദാ പ്രകടമാക്കട്ടെ. അങ്ങേ പുത്രൻ്റെ മാതാവിൻ്റെ സ്മരണ വിശ്വസ്ത മനസ്സോടെ ആഘോഷിക്കുന്ന ഞങ്ങൾ അവിടുത്തെ മനുഷ്യാവതാരത്താൽ രക്ഷിക്കപ്പെടുമാറാകട്ടെ. എന്തെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിന് നന്ദി. ജപമാല. ഏറ്റവും അനുഗ്രഹീതയായ കന്യകാമറിയത്തിൻ്റെ വിശുദ്ധവും നിർമ്മലവുമായ ഉത്ഭവം വാഴ്ത്തപ്പെടട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമേൽ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുമാമേ. ഉത്ഭവത്തിൽ തന്നെ ഓ കന്യക നിർമ്മലയായിരുന്നു. നീ പ്രസരിച്ച ദിവ്യപുത്രന്റെ പരമപിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം വഴി നിന്റെ പുത്രന് യോഗ്യമായ വാസസ്ഥലം ഒരുക്കുകയും ആ ദിവ്യകുമാരൻ്റെ മരണത്തെ മുൻനിർത്തി കന്യകാമറിയത്തെ സകല പാപക്കറകളിൽ നിന്നും നീ കാത്തു രക്ഷിക്കുകയും ചെയ്തുവല്ലോ. പരിശുദ്ധയായ ആ കന്യകയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് നിന്റെ സന്നിധിയിൽ വന്നു ചേരുവാൻ അനുഗ്രഹം ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ നാമത്തിൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നവനാൾ ജപങ്ങൾ. ഓ നിത്യസഹായ മാതാവേ, ഓ നിത്യസഹായ മാതാവേ, നിർഭാഗ്യ പാപിയായ ഞാൻ ഇതാ നിന്റെ പാദങ്ങളിൽ അണയുന്നു. ഞാൻ
ആശ്രയിക്കുന്നു. നിന്നിൽ നിന്നിൽ ശരണപ്പെടുന്നു. ഓ കാരുണ്യത്തിന്റെ അമ്മേ, എന്നിൽ നീ കനിയണമേ. പാപികളുടെ ആശ്രയവും ശരണവുമെന്ന് സകലരും നിന്നെ വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നു. ആകയാൽ നീ എന്റെ ആശ്രയവും ശരണവുമായിരിക്കണമേ. ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് നീ എന്നെ സഹായിക്കണമേ. നിർഭാഗ്യനായ ഈ പാപിയുടെ നേരെ നിന്റെ തൃക്കരം നീട്ടണമേ. ഇതാ ഞാൻ എന്നെ നിനക്കായി സമർപ്പിക്കുകയും നിന്റെ നിത്യദാസനായി എന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. നിന്നിൽ ആശ്രയിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് നൽകുവാൻ കനിവുണ്ടായ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. നിന്നിലുള്ള എന്റെ ഈ ആശ്രയം എന്റെ നിത്യരക്ഷയുടെ അച്ചാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്നിൽ ആശ്രയിക്കാനതിനാൽ എന്റെ കഴിഞ്ഞ ജീവിതത്തിൽ കഷ്ടമേ പല പ്രാവശ്യം ഞാൻ പാപത്തിൽ വീണുപോയി. നിന്റെ സഹായത്താൽ ഞാൻ വിജയിക്കുമെന്നും നിന്നോട് പ്രാർത്ഥിച്ചാൽ നീ എന്നെ സഹായിക്കുമെന്നും ഞാൻ അറിയുന്നു. എന്നാൽ പാപത്തിൽ വീഴുവാനുള്ള പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ നിന്റെ സഹായം തേടുന്നതിൽ ഒരുപക്ഷേ ഞാൻ ഉപേക്ഷ വരുത്തിയേക്കുമെന്നും അങ്ങനെ എന്റെ ആത്മാവിനെ ഞാൻ നഷ്ടപ്പെടുത്തിയേക്കുമെന്നും ഭയപ്പെടുന്നു. അതിനാൽ എന്റെ അമ്മേ നാരകീയ ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നിൽ എപ്പോഴും ആശ്രയിച്ചുകൊണ്ട് ഓ മറിയമേ നിത്യസഹായമാതാവേ എന്റെ ദൈവം എനിക്ക് നഷ്ടപ്പെടുവാൻ ഒരിക്കലും നീ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള അനുഗ്രഹം തന്നരുളണമേ. ഈ അനുഗ്രഹത്തിനായി എന്റെ സർവ്വ കഴിവുകളോടും കൂടെ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ
സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധ മറിയമേ, പരിശുദ്ധ മറിയമേ, ക്ലേശിതരെ നീ സഹായിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തണമേ. കരയുന്നവരെ ആശ്വസിപ്പിക്കണമേ. ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വൈദിക ഗണത്തിന്റെ മധ്യസ്ഥയായിരിക്കണമേ. ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സ്ത്രീകൾക്ക് വേണ്ടി നീ മാധ്യസ്ഥ്യം വഹിക്കണമേ. നിന്റെ നിത്യസഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും നിന്റെ സഹായം അനുഭവപ്പെടുകയും ചെയ്യട്ടെ. ഓ നാഥേ, നീ ഞങ്ങളുടെ സംഗീതമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആവശ്യത്തിൽ മനുഷ്യതയിൽ ഞങ്ങളുടെ സഹായം. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവ് ഈശോയെ, നിന്റെ മാതാവായ മറിയത്തെ എപ്പോഴും സഹായമരുളുവാൻ സന്നദ്ധതയുള്ള ഒരമ്മയായി ഞങ്ങൾക്ക് നീ നൽകിയല്ലോ. ആ അമ്മയുടെ അത്ഭുത ചിത്രം വണങ്ങുകയും അവളുടെ മാതൃസഹായം ഉത്സാഹപൂർവം തേടുകയും ചെയ്യുന്ന ഞങ്ങൾ നിന്റെ പരിത്രാണത്തിൻ്റെ ഫലം എന്നും അനുഭവിക്കുവാൻ ഇടയാക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പരിശുദ്ധ പിതാവിന് വേണ്ടി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും ആമേൻ. സഹായം തേടുന്നു ഞങ്ങളമ്മേ. മക്കളെന്നോർക്കുമേ ഞങ്ങൾ തൻ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ. ഭാഗ്യവിഹീനരെ നിത്യവും കാത്തിടാൻ എപ്പോഴും താങ്ങായി നിന്നേ. പുത്രനേൽപ്പിച്ചു ഭാരമതേറ്റ് നീ ഞങ്ങളെ കാത്തിടണേ. നിത്യസഹായം നീ എന്നുള്ള ബോധമേ ഞങ്ങളിൽ ആഴമായി വളരുവാൻ നല്ലൊരു വരമിന്നോ നൽകണേ. നിന്മക്കൾ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഉപകാരസ്മരണയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും ആമേൻ. രോഗികൾക്കായുള്ള പ്രാർത്ഥന. നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ. കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ നിലവിളി അങ്ങേ പകലെത്തുകയും ചെയ്യട്ടെ. കർത്താവ് നിങ്ങളുണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഓ ദൈവമേ, രോഗബാധിതരായ നിന്റെ ദാസരുടെ ജീവിത രീതി സഹനം വഴി ശരിപ്പെട്ട് അവർ നിന്റെ കരുണയാൽ സുഖം പ്രാപിക്കുവാൻ നീ അവരെ തൃക്കൺ പാർക്കുകയും നീ സൃഷ്ടിച്ച അവരുടെ ആത്മാക്കളെ സമാശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ നാമത്തിൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം.
കാരുണ്യവാനായ കർത്താവെ, വിശ്വാസികളെ സമാശ്വസിപ്പിക്കുന്നവനെ, ശിമയോന്റെ ഭാര്യമാതാവിനെ സന്ദർശിച്ചതുപോലെ നീ എളിയ ദാസരെയും സന്ദർശിക്കുകയും കനിവുണ്ടാകണമെന്ന് നിന്റെ അനന്ത നന്മയെക്കുറിച്ച് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, അവർക്ക് വീണ്ടും ആരോഗ്യം ലഭിച്ച് നിന്റെ തിരുസഭയിൽ നിനക്ക് നന്ദി പറയുവാൻ അവരെ വേഗം അനുഗ്രഹിക്കണമെന്നും നിത്യവും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. മോക്ഷകവാടം തുറക്കും രക്ഷകരമോസ്തി ശത്രുവിൻ അണികൾ തകർക്കാം, ശക്തിയും തുണയും തരണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗ്ഗത്തിലങ്ങേ വണങ്ങാം, ഞങ്ങൾക്കു കൃപ നൽകിടേണം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേയ്ക്കാരാധന. സാഷ്ടാംഗം വീണുനം ഏറ്റം മഹത്തമേ കൂദാശയേ. നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ, പൂർവികം സാദരം മാറി നിൽപ്പൂ. ഇന്ദ്രിയങ്ങൾക്കെഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസം ദിവ്യദീപ്തി. ദൈവപിതാവിനും കന്യകജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. പാവനാത്മാവീനം ഔവീതം നിസ്തുലം സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. സ്വർഗത്തിൽ നിന്ന് അവർക്കൊപ്പമേകിയല്ലോ, എല്ലാ സ്വാദും തികഞ്ഞൊരപ്പമേകിയല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായ ഈ കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹം അരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്ത്രീയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്ത്രീയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്ത്രീയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.